ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഖിലാലി ക്ലാസ് റൂംസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകണം മാനുഫാക്ചറിങ് പ്രോസസ്സിലെ ഒരു ടോപ്പിക്കാണ്. നമ്മളതെടുക്കാമെന്ന് വെക്കുന്നു. ഒരു PPT പ്രസൻറ്റേഷനാണ്. നമുക്കത് ചെയ്ത് കളയാം. നോക്കിയാലോ, അതൊന്ന് പ്രസൻറ്റേഷൻ വരെയാണ്. ഓവർ വ്യൂ ഓഫ് ദ ജോയിനിങ് പ്രോസസ്. ജോയിനിങ് പ്രോസസ്സിൽ 3 കാര്യങ്ങൾ വന്നിട്ടുണ്ട്: വെൽഡിങ്, ബ്രേസിങ്, സോൾഡറിങ്, അഡ്ഹസീവ് ബോണ്ടിങ്, മെക്കാനിക്കൽ അസംബ്ലി. Example, threaded and fasteners and rivets. ഇതാ കണ്ട ജോയിനിങ് പ്രോസസ് കണ്ട. ഫസ്റ്റ് ത്രെഡഡ് ഫാസ്റ്റനർ, റിവറ്റഡ് ജോയിൻറ്റ്, ബ്രേസ്ഡ് ജോയിൻറ്റ്, വെൽഡഡ് ജോയിൻറ്റ്. എന്താണ് വെൽഡിങ്? നമുക്ക് നോക്കിയാലോ. വെൽഡിങ് ഈസ് ദ process of joining two similar or dissimilar metallic components with the application of heat, with or without the application of pressure, and with or without the use of filler metal. 2 പീസ് ജോയിനിങ് ചെയ്യിപ്പിക്കുന്ന സിമിലറും ആൻഡ് ജോയിനിങ് ടു സിമിലർ ചെയ്യുന്ന പരിപാടിയാണ്. അടുത്ത പോയിൻ്റാണ് ഹീറ്റ് മേ ബി ഒബ്റ്റൈൻഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ, ഇലക്ട്രിക് ആർ, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, ഫ്രിക്ഷണൽ ഹീറ്റ്, സൗണ്ട് ആൻഡ് ലൈറ്റ് എനർജി വരും. അടുത്ത പോയിൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡഡ് ജോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാപ്പ് ജോയിൻ്റ് ഉണ്ട്, ബഡ് ജോയിൻ്റ് ഉണ്ട്, എഡ്ജ് ജോയിൻ്റ് ഉണ്ട്, ടീ ജോയിൻ്റ് ഉണ്ട്. അങ്ങനെ കുറേ ജോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് വെൽഡ്സ്: ഫില്ലറ്റ് വെൽഡ്, ഗ്രൂവ് വെൽഡ്. 2 common types of welds are fillet weld and groove weld. കണ്ട, ഇത് വരച്ച് പഠിച്ചാൽ ഇത് എളുപ്പമാണ്. ഇത് വരച്ച് പഠിക്കുക. ഫില്ലറ്റ് വെൽഡ് ഓൺ ദ കോർണർ ജോയിൻറ്റ്. കണ്ട, കോർണർ ജോയിൻറ്റിൽ ഇതാ 2 ഇളവിയ ഇതിനെ യോജിപ്പിച്ച് വയ്ക്കുന്നത്. ഇത് കണ്ട, ഇതിനെ നിർത്തി വെച്ചേക്കുന്നത്. ഇതൊക്കെ ഒരു എക്സാമ്പിൾ. ഗ്രൂവ് വെൽഡിൽ സ്ക്വയർ ഉണ്ട്, സിംഗിൾ ബ്യൂവലുണ്ട്, സിംഗിൾ വി ഉണ്ട്, സിംഗിൾ ജെ മെത്തേഡുണ്ട്, സിംഗിൾ യു മെത്തേഡുണ്ട്, ഡബിൾ സ്ക്വയർ. Terms associated with welded joint: base metal, the metal pieces being welded. Weld poodle, the portion of weld joint melted by the heat of welding. Root, it is the point at which the 2 pieces being joined is nearest. അടുത്ത് വരും. Weld face, it is the surface of weld metal open to atmosphere. Weld metal എന്ന് വെച്ചാൽ the metal solidified at the joint is called weld metal, or simply as well it may be only base metal or a mixture of base metal and filler material. അതുകൊണ്ട് ഈ പടം വരയ്ക്കുക. ഈ പടം ബേസ് മെറ്റൽ, റൂട്ട് ഓപ്പണിംഗ്, റൂട്ട് ഫേസ് എല്ലാം കൂടി വെച്ച് വെൽഡ് ഫേസ്. എന്താണ് വെൽഡബിലിറ്റി? വരട്ടെ. വെൽഡബിലിറ്റി ഈസ് ദ കപ്പാസിറ്റി ഓഫ് എ മെറ്റൽ to be welded into a suitably designed structure and to perform satisfactorily in the intended service. The quality of weld and the ease with which the welding is carried out determines weldability. നോക്കിയാലോ, ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുമ്പോൾ വെൽഡിങ് പ്രോസസ്. പ്രോപ്പർട്ടീസ് ഓഫ് ബേസ് മെറ്റൽ, പ്രോപ്പർട്ടീസ് ഓഫ് ഫില്ലർ മെറ്റൽ, സർഫസ് കണ്ടീഷൻസ് ആണ്. ഈ പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ആരും മറക്കല്ല്. ലാസ്റ്റ് വരാം സർവീസ് വെൽഡബിലിറ്റി ആൻഡ് ഫാബ്രിക്കേഷൻ വെൽഡബിലിറ്റി. സർവീസ് വെൽഡബിലിറ്റി refers to the ability of the combination of process and materials to turn out a welded joint that will stand up to thermal and mechanical stresses, corrosion and other service requirements. Fabrication weldability is the
capacity of the combination of material and process to produce proper fusion, limited porosity, absence of cracks, and a proper weld geometry. കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞു. അടുത്തതാണ് ഏറ്റവും കിടിലമായ വെൽഡിങ്ങിലെ ഒരു ടോപ്പിക്കാണ് വെൽഡിംഗ് മെറ്റലർജി. എ ടിപ്പിക്കൽ ഫ്യൂഷൻ വെൽഡ് ഹാസ് ഗോട്ട് ഫ്യൂ സോൺസ് ലൈക്ക് ഫ്യൂഷൻ സോൺ, വെൽഡ് ഇൻ്റർഫേസ്, ഹീറ്റ് അഫക്റ്റഡ് സോൺ, അൺഅഫക്റ്റഡ് ബേസ്. കണ്ടാ ഇതിൽ ഓരോ ഇത് കൊടുത്തേക്കുന്നത് കണ്ടാ ഡിഫറെൻറ്റ് സോൺസ് വരുമ്പോൾ ഫ്യൂഷൻ സോൺ കാണിക്കുന്നുണ്ട്, ഹീറ്റ് അഫക്റ്റഡ് സോണാണ്, അൺഅഫക്റ്റഡ് ബേസ്മെൻറ്റിലാണ്, വെൽഡ് ഇൻ്റർഫേസ്, columnar grains in fusion zone, coarse grains, typical grain structure കണ്ടല്ലോ, coarse grains in HIZ near weld interface കണ്ടല്ലോ, കൊടുത്ത ഓരോ കാര്യങ്ങൾ കൊടുത്ത്. Fusion zone, it consists of a mixture or filler metal and base metal that have completely melted. A high degree of homogeneity is present among the component metals that have been melted during welding. Weld interface നമുക്കൊന്ന് നോക്കിയാലോ. It is a narrow boundary that separates the fusion zone from heat affected zone. This zone consists of a thin band of a base metal that was partially melted during the welding process but immediately solidified without mixing with the metal in the fusion zone. Its chemical composition is generally same as that of the base metal heat affected zone. This zone is between weld interface and base material. The experience temperatures below melting point but sufficient enough to change the microstructure and hence the mechanical properties. Base material unaffected because of heat generation and preserve the initial microstructure. Porosity ഉണ്ട്, slag inclusion ഉണ്ട്, defects in welded joint. എന്താണ് പോറോസിറ്റി നമുക്കൊന്ന് നോക്കിയാലോ. This is caused by the entrapped gases during the solidification of weld metal. The gases may be developed during melting of the weld area or by chemical reaction during welding. These gases may get entrapped within the liquid metal and upon solidification small spherical cavities may be formed ഫോം ചെയ്യുന്നു. ഇനി അടുത്തത് slag inclusion. Slag is informed by the melting of fluxes and the purpose of slag in to protect the weld metal from atmospheric contamination. Slag is having lower density compared to metal and will float above the weld pool, but during the welding process slag may get entrapped in weld pool and may not get enough time to float above the liquid metal. Incomplete fusion. When the weld joint is not properly melted and fused together, poor quality weld beads are obtained. This can be avoided by preheating the base metal, cleaning and the weld area before welding or by changing line. Incomplete penetration. This defect results when the welding process is not able to create a weld bead to cover the complete thickness of base metal.
Here the depth of welded joint is not sufficient to cover thickness of base metal. The defect can be avoided by increasing the heat input, reducing the reducing the speed of welding. Speed of welding, or by changing the joint design. Undercutting വരുമ്പോൾ some portion of base metal may be get melted away during welding and a small groove or notch may be formed on the surface. എന്താണ് cracks? Weld cracks are classified as hot and cold cracks. Hot cracks occur in the weld and fusion zone as the metal solidifies. The main causes are presence of elements such as phosphorus, sulfur in the base plate. As metal solidifies, a slightly convex bed will provide material for shrinkage. But a very convex bed will result in high tensile stresses form ചെയ്യുന്നു. That may result in longitudinal cracks. Higher hardness result from higher carbon and alloy content of the base metal, which may result in cracking. Moisture in the joint or electrode coating may cause hydrogen pickup and embrittlement of the weld deposit. എന്താണ് cold cracks are usually observed in the HAS and are caused by high carbon content as affected by cooling, hydrogen embrittlement through migration of hydrogen liberated from the weld. Rate of cooling controls the above, and faster cooling will lead to more cracks. Residual stresses. The high temperature developed during welding may cause complex thermal stresses, and these lead to residual stresses and distortion in the welded structure. Residual stresses are defined as those stresses which remain in a structure when no external load is present. Presence of residual stresses may reduce the service life of the welded joint. Factors leading to residual stresses: heat input to weldment, cooling rate of weldment, type of joint and method of welding, constraints to expansion and contraction of structure during and after welding, stresses present in base metal before welding, inspection of welding joint. Non-destructive testing ഉണ്ട്, destructive testing ഉണ്ട്. അതിനെപ്പറ്റി നോക്കിയാലോ. വിഷ്വൽ ഇൻസ്പെക്ഷൻ ഉണ്ട്. അത് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ് നമ്മൾ എലക്റ്റീവ് പഠിക്കുന്നുണ്ടത്. വിഷ്വൽ ഇൻസ്പെക്ഷൻ ആൻഡ് എക്സ്പീരിയൻസ്ഡ് വെൽഡർ inspector can detect most of the weld defects by careful examination. Visual inspection of welding can often be the easiest to perform and is usually the least expensive to conduct. The following defects can be observed: undercut, overlap, surface cracks. എന്താണ് ലിക്വിഡ് പെൻട്രൻറ്റ് ടെസ്റ്റ് നമുക്ക് നോക്കിയാലോ. ദിസ് ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് primarily used for detecting the presence of surface defects only. In this method, surface to be tested a thin low viscosity and low surface tension liquid containing suitable dye is applied. The
thin liquid penetrates into a fine cavities, pores and cracks, if any, present on the surface. Excess liquid present at surface whipped out after a short dwell time. The developer is sprayed over the welt. The develop acts to draw out the penetrant dye from the cracks and so changes color. It behaves like blotting paper and magnifies the presence of the crack. ഒന്ന് ക്ലീനിങ് വരുന്നു, വെൽഡ് ചെയ്യുന്നിടത്ത് ക്ലീനിങ് ചെയ്യുന്നു, എന്നിട്ട് അപ്ലൈ ഡൈ ഒഴിക്കുന്നു. അപ്പോൾ വൈപ്പ് ഔട്ട് ഡൈ, അപ്ലൈ ഡെവലപ്പർ. അപ്പോൾ 4 പ്രോസസ്സും വരച്ച് പഠിക്കുക എല്ലാവരും. മാഗ്നറ്റിക് പാർട്ടിക്കിൾ വെച്ചുള്ള ടെസ്റ്റിംഗ് ആണ് നമ്മൾ ഇതുവരെ. അത് നോക്കിയാലോ, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ വെച്ചുള്ള പരിപാടിയാണ്. ദ മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ ഫൈൻഡിങ് സർഫസ് and near surface defects in magnetic material. When ferromagnetic material, typically iron or steel, is defect free, it will transfer lines of magnetic flux through the material without any interruption. But when a crack or other discontinuity is present, and the magnetic flux leaks out of the material, the magnetic powder particles are sprinkled over the surface of component to be tested. The magnetic particles migrate towards the location where leakage of magnetic flux had taken place and then get nailed. അങ്ങനെ ഇത് കഴിഞ്ഞു, ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്ക് എടുക്കാനായിട്ട് പോവുകയാണ്. അടുത്ത PPT ടോപ്പിക് എന്താണ് റെസിസ്റ്റൻസ് വെൽഡിങ് നമുക്കൊന്ന് നോക്കിയാലോ. റെസിസ്റ്റൻസ് വെൽഡിങ് എന്ന് വെച്ചാൽ, resistance welding is a group of fusion welding process that uses a combination of heat and pressure to accomplish coalescence between workpieces in contact. The heating is being generated by electrical resistance to current flow at the junction to be welded. The metal at contact surface is melted due to the heat generated by the electrical resistance. Weld nugget at the weld junction. The variables which govern the resistance welding process are the heat and pressure applied. Heat is generated by the electrical resistance while passing AC or DC current. Current of 3000 ampere to 40,000 ampere with a voltage of 1 to 25 volts through the 2 pieces of metal to be welded. The heat energy developed can be determined from the relationship H is equal to I square RT, where I is the current in ampere, R electrical resistance in ohms, and T is the time for which the current is passed seconds. Process of parameters in resistance welding. Current. Temperature developed in resistance welding is regulated by the magnitude and duration of welding current when other parameters are keep constant. When the current is low, it does not provide
proper heating and fusion. If the current is too high, entire thickness of material will be heated to fusion temperature, and the electrode may get embedded into the work material. The resistance, spot welding ഉണ്ട്. നമുക്കൊന്ന് അതിനെപ്പറ്റി സംസാരിച്ചാലോ? The resistance spot welding process begins with positioning the work material, generally as lap joints, in between the electrodes. The upper electrode is moved downwards to apply pressure on the work material. After this weld, current is applied for a predetermined short duration. Now the welding takes place, and the pressure applied by electrode is maintained for some more time and then withdrawn. Now the weld joint is ready. Resistance welding ഒന്ന് നോക്കിയാലോ? Resistance in the welding circuit is sum of resistance of the work pieces, contact resistance between electrodes and workpieces, and contact resistance between the flying surfaces of the work material. ടൈം വരുമ്പോൾ സ്ക്യൂസ് ടൈം വരും, വെൽ ടൈം വരും, ഹോൾ ടൈം വരും, ഓഫ് ടൈം വരും. നമുക്ക് മെയിനായിട്ട് എടുക്കേണ്ടത് സ്ക്യൂസ് ടൈം എടുക്കാം. ഡ്യൂറിങ് this period, the electrodes apply pressure on the work material, keeps it ready for welding. At the end of squeeze time, the welding current is applied. Weld time. During this period, that weld current is flowing through the circuit with the pressure applied. Now the work material gets heated up, and at the contact surface a weld nugget is formed as a result of localized melting. Hold time. The hold time starts when electric current is switched off. During this period, the pressure continues to be applied, but is released at the end, and the nugget solidifies during this period. Off time, it is the period from the end of hold time to the start to squeeze time to next welding cycle. During this period, the welded joint is removed, and a set of new workpieces are kept in between the electrodes. This is also the setup time for the next cycle. സ്ക്യൂസ് ടൈം കൊടുത്തിട്ടുണ്ട്, വെൽ ടൈം കൊടുത്തിട്ടുണ്ട്, ഓൾ ടൈം കൊടുത്ത് ഓഫ് ടൈം കൊടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിച്ചിട്ടുണ്ട്. ഫോഴ്സ് കറണ്ട് കൊടുക്കുന്നു, സ്പോട്ട് വെൽഡിങ് സർക്കിൾ കൊടുക്കുന്നുണ്ട്. കണ്ട ഓരോ ഫിഗേഴ്സും റെപ്രസെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ മതി. ഇത് ജസ്റ്റ് അഡ്വാൻറ്റേജസ് വരുമ്പോൾ ഫാസ്റ്റർ പ്രോസസ് ആവും. നോ ഫില്ലർ മെറ്റീരിയൽ ഇൻഡീഡഡ്, സെമി ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ, സിമിലർ ആൻഡ് ഡിസിമിലർ മെറ്റൽസ് ക്യാൻ ബി വെൽഡഡ്, high reliability, economical process, suitable for mass production, high cost of equipment, skilled person needed for maintenance, larger thickness cannot be welded. Application used for joining sheets, bars, rods, used for making tubes, furniture, used for welding aircraft and automobile parts, used for making wire fabric, grills, containers, etc. Types of resistance welding: spot, seam, projection, precision welding. Spot welding,
electrode, sheet metal parts. കണ്ട ഇലക്ട്രോഡ് കാണിച്ചിട്ടുണ്ട്, ഫോഴ്സ് കൊടുക്കുന്നുണ്ട് രണ്ടത്. ഷീറ്റ് മെറ്റൽ പാർട്സ് വേണമെങ്കിൽ വെൽഡ് നഗറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇലക്ട്രോഡ് എന്താണ് സീം വെൽഡിങ് നമുക്ക് നോക്കിയാലോ. ദ സീം വെൽഡിങ് ഈസ് മച്ച് സിമിലർ ടു സ്പോട്ട് വെൽഡിങ് എക്സെപ്റ്റ് ദാറ്റ് സർക്കുലർ electrodes are used to produce continuous seam of overlapping weld. Cooling of the electrodes and work are achieved by directing water jets on both sides of the work material. The materials which are satisfactorily welded by seam welding are plain carbon steel, alloy steel, stainless steel, aluminum, nickel, magnesium and their alloys. Main advantage is that the process can produce airtight joints. Seam welding can be used for the fabrication gas and liquid tanks, refrigerators, evaporators. In continuous motion seam welding, the electrodes rotate at a uniform velocity. Along with this, the current may flow continuously to form a continuous weld seam. When the current is switched off and on quickly, a set of overlapping nuggets is obtained. The process of when the duration of switching of the current is increased, the spacing between the individual nuggets increases and will lead to independent nuggets at regular intervals. The process is known as roll spot welding. കണ്ടല്ല ഇൻഡിവിജ്വൽ വെൽഡ് നജറ്റ്സ് ആണല്ലോ വെച്ചേക്കുന്ന അത് പോലെ. പ്രൊജക്ഷൻ വെൽഡിങ് എന്താണ്? ഇറ്റ് യൂസസ് ദ സെയിം എക്യുപ്മെൻറ്റ് ആസ് സ്പോട്ട് വെൽഡിങ്. The electrodes used in projection welding are flat on the ends and slightly larger than those used in spot welding. Small projections or deformations are made on the surface of the material to be welded. Projection need lower current pressure requirement to form a good joint between two surfaces, and distortion and shrinkage are lower areas surrounded. Distortion shrinkage നടക്കും താഴെ ഇതിൽ. ഫ്ലാറ്റ് ഇലക്ട്രോഡ്, ബേസ് മെറ്റൽ, പ്രൊജക്ഷൻസ്, ഫ്ലാറ്റ് ഇലക്ട്രോഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രിക്കോഷൻ വെൽഡിങ് ഒന്ന് നോക്കിയാലോ. അൺലൈക്ക് സ്പോട്ട് ആൻഡ് seam welding, the process is usually used for butt joint, and the two surfaces to be joined are brought into contact. An electric current is applied for an extremely short distortion short duration of 1 to 10 minutes. After a contact, one of the most workpieces is retracted slightly to draw an arc. This arc hits the faces of both workpieces of welding temperature. Now the welding force contact in the
the joint is formed. The heating is very localized and is suitable electronic application. The process is suitable for dissimilar metal. Welding of copper, nickel, aluminum alloys and plain carbon steels can അങ്ങനെ കുറേ കാര്യങ്ങൾ പോകും. അടുത്തതൊരു പ്രോബ്ലമാണ്, നമുക്കൊന്ന് നോക്കിയാലോ. ടു സ്റ്റീൽ ഷീറ്റ്സ് ഓഫ് 2 meter തിക്നെസ് ടി തന്നിട്ടുണ്ട്. തിക്നെസ് അങ്ങ് എടുത്ത് ചെയ്യുന്നു. എന്നിട്ട് റെസിസ്റ്റൻസ് വെൽഡഡ് ഇൻ എ ലാബ് ജോയിൻറ്റ്. കറണ്ട് തന്നിട്ടുണ്ട്. കറണ്ട് 10,000 ആംപിയർ. ടൈം വന്നിട്ടുണ്ട്. ടൈം 0.15 തന്നിട്ടുണ്ട്. നമുക്ക് the effective resistance at joint can be taken as 150 തന്നിട്ടുണ്ട്. 150 ohm തന്നിട്ടുണ്ട് നമുക്ക്. The joint can be considered 5 mm diameter, 2 mm height. Heat melting steel can be 10 joule per meter per cube. Determine the amount of heat generated and lost during the welding. നമുക്കൊന്ന് നോക്കിയാലോ. ഹീറ്റ് സപ്ലൈഡിനൊരു ഫോർമുലയുണ്ട്. മറ്റേ I²RT. അതിൽ നമ്മൾ ഐയുടെ വാല്യൂ എഴുതുന്നു, ആറിൻ്റെ വാല്യൂ എഴുതി ആ ഒരു ഇതിൽ ഹീറ്റ് സപ്ലൈഡ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് വോളിയൂം ഓഫ് ദി ജോയിൻറ്റ് അതുകൂടി കണ്ടുപിടിക്കണം. അപ്പോൾ അതിനൊരു ഇക്വേഷനുണ്ട്. പൈ ഇൻറ്റു 5 ഇവിടെ ഉണ്ട്. 5² ഇൻറ്റു 2. പൈ ഇൻറ്റു 5² ഇൻറ്റു 2 ഡിവൈഡ് ബൈ 4. ഇപ്പോൾ 39.25 കിട്ടും. ഹീറ്റ് റിക്വയർഡ് ഫോർ മെൽറ്റിംഗ് 39.25 ഇൻറ്റു 10 392.5 ജൂൾ കിട്ടി. ഹീറ്റ് ലോസ്റ്റ് ഇൻ ടു സറൗണ്ടിങ്. ആ രണ്ടും മൈനസ് ചെയ്യുക. ആ കിട്ടിയ ജൂൾ വാല്യൂ രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ 1857.5 ജൂൾ കിട്ടും. ഇതോടുകൂടി നമ്മൾ മാനുഫാക്ചറിങ് തീർന്നു. മാനുഫാക്ചറിങ്ങിലെ ഒരു റിവിഷൻ ക്ലാസ് പോലെ ഞാൻ തന്നിട്ടുണ്ട് വെൽഡിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ്.